നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് പ്രോബ്ലമാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നോർമലി നമ്മൾ ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞതിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാണ് ഫ്രം ദ ഡാറ്റ ഓഫ് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും പിന്നെ അതിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻ. ആ രീതിയിലുള്ള പ്രോബ്ലമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ദെൻ രണ്ടാമത് നമ്മളൊരു ട്രയൽ ബാലൻസും അതുപോലെ അതിൻ്റെ അഡീഷണൽ ഇൻഫർമേഷനും വെച്ചുകൊണ്ടും ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും അതുപോലെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും പ്ലസ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് പല ക്വസ്റ്റ്യൻസിലും ഈ ഒരു ക്യാപിറ്റൽ ഫണ്ട് തരാത്ത ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും കൂടെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്യാപിറ്റൽ ഫണ്ട് ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് മാത്രം ചെയ്താൽ മതി. ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്താൽ മതി. പക്ഷേ ഈ ഐറ്റം എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലേക്കാണോ അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്കാണോ പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ട്, മാഗ്ലൂർ സ്പോർട്സ് ക്ലബിൻ്റെതാണ്. അപ്പോൾ അതിൽ അസറ്റ് സൈഡിൽ ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ്, ദെൻ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ, ഒരു പീരീഡത്തെ ഓപ്പണിംഗ് ബാലൻസ് ഉള്ള ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ, അതുപോലെ സ്പോർട്സ് മെറ്റീരിയൽസ്, ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് അത്രയും അസറ്റ് സൈഡിലും, പിന്നെ ലയബിലിറ്റീസിൽ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്, അതുപോലെ ക്യാപിറ്റൽ ഫണ്ട് അതിൻ്റെ ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ അതിൽ പേയ്മെൻറ്റ് സൈഡിൽ ആ ഒരു കൺസേൺഡ് ഇയറിൽ വന്നിട്ടുള്ള ഒരുപാട് എക്സ്പെൻസുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ റെൻ്റ് ആൻഡ് റേറ്റ്സ് എന്ന് പറയുന്നത് നോർമലി നമുക്കറിയാം റവന്യൂ എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്കാണ് ഇത് എടുക്കേണ്ടത്. ദെൻ സാലറി ഉണ്ട്, സാലറിയും റവന്യൂ എക്സ്പെൻസ് ആയതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കണം. ദെൻ ലീഗൽ ചാർജസ് ഉണ്ട്, ലീഗൽ ചാർജസും റവന്യൂ എക്സ്പെൻസ് ആണ്. സോ ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദെൻ ജനറൽ എക്സ്പെൻസ് അതും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണിക്കേണ്ടതാണ്. പിന്നെ സ്പോർട്സ് മെറ്റീരിയലാണ്. അപ്പം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ സ്പോർട്സ് മെറ്റീരിയൽസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്, നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് 35,000 ഉണ്ട് സ്പോർട്സ് മെറ്റീരിയൽ. അതിനോടുകൂടെ നമ്മളൊരു 6,000 രൂപേൻ്റെതും കൂടെ ആ ഒരു ഇയറിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ ഓഫീസ് എക്സ്പെൻസ് 4,300, അതും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അസറ്റാണ്. സോ അത് ബാലൻസ് ഷീറ്റിലാണ് എടുക്കേണ്ടത്. ക്യാഷ് ബാലൻസ് ആൻഡ് ബാങ്ക് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്കാണ് അത് എടുക്കേണ്ടത്. ദെൻ റിസീപ്റ്റ് സൈഡിൽ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആൻഡ് ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് ഉണ്ട്. അത് നമ്മൾ എന്തിലെടുക്കേണ്ട ആവശ്യമില്ല, ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മളത് എടുക്കേണ്ടതുള്ളൂ. അതായത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തരാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെയാണ് ഈ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാത്തതിൽ നമ്മളത് എടുക്കേണ്ട കാര്യമില്ല. ദെൻ അഡ്മിഷൻ ഫീസ് ഉണ്ട് 5,450. അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് നോർമലി നമ്മളൊരാളെ ചേർക്കുന്ന സമയത്ത് എടുക്കുന്നതാണ്. അപ്പോൾ അതൊരു ക്യാപിറ്റൽ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരാളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് അയാൾ മെമ്പറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഓരോ ഇയറിലും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അഡ്മിഷൻ ഫീസ് ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ റെക്കറിങ് നേച്ചർ അല്ലാത്തൊരു എക്സ്പെൻസ് ആയതുകൊണ്ട് അത് ക്യാപിറ്റൽ രീതിയിൽ എക്സ്പെൻസ് അല്ല, റവന്യൂ. അതപ്പം എന്താണ്, ഒരു ക്യാപിറ്റൽ റെസീപ്റ്റാണ് അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത്. അതേസമയം എൻട്രൻസ് ഫീസ് അതല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഫീസ്, സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറയുന്നത് റവന്യൂ നേച്ചറുള്ളതാണ്. അത് നമ്മൾ ഓരോ ഇയറിലും വാങ്ങിക്കുന്നുണ്ടാകും. പക്ഷേ അഡ്മിഷൻ എന്ന് പറയുന്നത് ഒരാളെ ചേരുന്ന സമയത്ത് മാത്രം, അത് ഒരു സമയത്ത് മാത്രമേ ഒരാൾക്ക് ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ക്യാപിറ്റലായിട്ടുള്ള റെസീപ്റ്റാണ്. ദെൻ ഡൊണേഷൻ ക്യാപിറ്റൽ റെസീപ്റ്റാണ്. ദെൻ സബ്സ്ക്രിപ്ഷൻ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ റവന്യൂ നേച്ചറുള്ളതാണ്. ദെൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് റവന്യൂ നേച്ചറുള്ള ഇൻകാണ്. ദെൻ സ്പോർട്സ് ഫീസ് അതും റവന്യൂ നേച്ചറിലുള്ള ഇൻകാണ്.
ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 1800 അറ്റ് ദി എൻഡിലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യേണ്ടതാണ്. കൺസേൺഡ് ഇൻകത്തിനോട് കൂടെ ആഡ് ചെയ്യേണ്ടതാണ് 1800. ദെൻ റെൻറ്റ് ഡ്യൂ 900. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റാണ്. ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസിനോട് കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. ഓക്കെ, ദെൻ ലീഗൽ ചാർജസ് ഔട്ട്സ്റ്റാൻഡിങ് 150. അതും നമ്മൾ ലീഗൽ ചാർജസ് ഇവിടെ തന്നിട്ടുണ്ട് 850. അതിനോടുകൂടെ 150 കൂടെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് അറ്റ് ദി എൻഡിലുള്ളതാണെങ്കിൽ. ദെൻ റൈറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ 600 ഓൺ ഫേർണിച്ചർ ആൻഡ് 4000 ഓൺ സ്പോർട്സ് മെറ്റീരിയൽ. രണ്ടിൻ്റെ മുകളിൽ ഡിപ്രിസിയേഷൻ നമ്മൾ കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനൽ ബാലൻസ് ഷീറ്റ് കാണുന്ന സമയത്ത് ആ അസറ്റിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കുകയും ചെയ്യണം. അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഒരു നോൺ ക്യാഷ് ഐറ്റം എന്നുള്ള രീതിയിൽ നമ്മളതിനെ എക്സ്പെൻസ് സൈഡിൽ കാണിക്കുകയും വേണം. ഡിപ്രിസിയേഷൻ 600 ആൻഡ് 4000 എന്ന് പറയുന്നത്. ദെൻ ഡൊണേഷൻ ടു ബി ക്യാപിറ്റലൈസ്ഡ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അത് ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളത്. ചിലതിൽ ഇത്ര പെർസെൻറ്റേജ് ക്യാപിറ്റലൈസ് ചെയ്യാമെന്ന് പറയും. അപ്പം നമ്മൾ ആ ഒരു എമൗണ്ട് മാത്രം ബാലൻസ് ഷീറ്റിലേക്കും ബാക്കി ഭാഗം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്കും എടുക്കേണ്ടി വരും. നോർമൽ കേസിൽ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ നോക്കുക. നമ്മൾ പറഞ്ഞു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അഡ്മിഷൻ ഫീസ്, ദെൻ സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, ഇതിൽ അഡ്മിഷൻ ഫീസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എടുത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്യാപിറ്റലൈസ് ചെയ്തു എന്ന് എടുത്ത് പറയാത്തത് കൊണ്ടാണ്. അത് ക്വസ്റ്റ്യൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നോക്കിയിട്ട് മാത്രം നമുക്ക് ട്രീറ്റ് ചെയ്താൽ മതി. നോർമൽ കേസിൽ അഡ്മിഷൻ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്, അത് ക്വസ്റ്റ്യനിൽ പറയാറുണ്ട്. ഇതിലങ്ങനെ എടുത്ത് പറയാത്തത് കൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ഓരോ കേസിൽ മാറി മാറി വരും. ചിലപ്പോൾ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടി വരിക, ആ രീതിയിലായിരിക്കും. പിന്നെ സബ്സ്ക്രിപ്ഷൻ, അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 1800 അറ്റ് ദി എൻഡിലുള്ള എമൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി ബിഗിനിങ്. ഇതെന്താണ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി ബിഗിനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലത്തെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ, അതായത് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി ബിഗിനിങ്, നിങ്ങൾ ആ ഫോർമാറ്റ് എടുത്ത് നോക്കിയാൽ, അതായത് സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ കേസിലൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ആഡ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി ബിഗിനിങ് ഉണ്ടെങ്കിൽ നമ്മൾ ലെസ് ചെയ്യുകയും വേണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ള എമൗണ്ട് ഇവിടെ ലെസ് ചെയ്തും കൂടെ കാണിക്കുന്നുണ്ട്. ദെൻ ഇൻട്രസ്റ്റ് 530 ആണ്. ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു 530 എന്ന് പറയുന്ന എമൗണ്ട് നേരിട്ടെടുത്തതാണ്. ദെൻ സ്പോർട്സ് ഫീസ് 1200, അതിനും അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി എക്സ്പെൻസ് സൈഡിൽ വരുന്നത് സാലറി ഉണ്ട് 10,500, അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ദെൻ റെൻറ്റ് ആൻഡ് ടാക്സസ്, അതിൽ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 900 അറ്റ് ദി എൻഡിൽ ഡ്യൂ ആണ്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ആ ഒരു 900 നമ്മൾ ആഡ് ചെയ്തു. ഇനി അത് തന്നെ ബാലൻസ് ഷീറ്റിൽ നോക്കുകയാണെങ്കിൽ ലയബിലിറ്റി സൈഡിൽ, അതായത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ, അതായത് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി ബിഗിനിങ് എന്ന് പറഞ്ഞിട്ടൊരു 1800 ഉണ്ട്, അത് നമ്മൾ ലെസ് ചെയ്തും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ലീഗൽ ചാർജസ് 850 ആണ്. അതിനോടുകൂടെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള 150 ആഡ് ചെയ്തപ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത് 1000 എമൗണ്ട് കിട്ടുന്നത്. പിന്നെ ജനറൽ എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ്, ഇത് രണ്ടും ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എക്സ്പെൻസുകളാണ്. പിന്നുള്ളത് ഡിപ്രിസിയേഷനാണ്. ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് 600 ആൻഡ് 4000, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദെൻ ഇത്രയും ചെയ്തിട്ട് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ആദ്യം നമ്മൾ ഇൻകം സൈഡും അതുപോലെ തന്നെ എക്സ്പെൻസ് സൈഡും ആഡ് ചെയ്തിട്ട് ബാലൻസ് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ സർപ്ലസ് ആണ് കിട്ടുന്നത്. ദെൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ഓരോ ഐറ്റമായിട്ട് എടുത്ത് എഴുതുക. അതായത് ഓപ്പണിംഗ് ബാലൻസിൽ നമുക്ക് തന്നിട്ടുള്ളതിൽ ഈ പറഞ്ഞിരുന്ന ക്യാഷ് ബാലൻസോ ബാങ്ക് ബാലൻസോ ഒന്നും നമ്മൾ എടുത്ത് എഴുതേണ്ട കാര്യമില്ല. അതിന് പകരം നമ്മൾ എടുക്കേണ്ടത് ഏതാണ്? ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ലാസ്റ്റ് തന്നിരിക്കുന്ന ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആണ് നമ്മളുടെ ഫൈനൽ അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ട ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്.
ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് 8,000 ആൻഡ് 6,930 ഈ രണ്ട് എമൗണ്ട്. പിന്നെ സ്പോർട്സ് മെറ്റീരിയൽസ് 35,000 ആയിരുന്നു ഓപ്പണിംഗ് ബാലൻസ്. ഇത് 35,000 പ്ലസ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 6,000 രൂപക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. വിറ്റ കാര്യമൊന്നും നമുക്ക് തന്നിട്ടില്ല. വിറ്റ കാര്യം ഉണ്ടെങ്കിൽ അത് റെസിപ്റ്റ് സൈഡിൽ കാണിക്കും. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 6,000 കൂടെ നമ്മൾ ആഡ് ചെയ്തു. ടോട്ടൽ ഇപ്പം നമുക്ക് 41,000 രൂപേൻ്റെ ഫേർണിച്ചർ സ്പോർട്സ് മെറ്റീരിയൽ ഉണ്ട്. അതിൽ നമ്മൾ 4,000 രൂപ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പം ഇത് 41,000 ഇവിടെയല്ല, നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 41,000 ഇന്നർ കോളത്തിൽ തന്നെയാണ് വേണ്ടത്. അതിൽ നമ്മൾ ഡിപ്രിസിയേഷനും കൂടെ ലെസ് ചെയ്ത് ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്പോർട്സ് മെറ്റീരിയലിൻ്റെ 4,000 ആണെന്നുള്ളത്. അപ്പം ഈ 41,000 നമ്മൾ ഇന്നർ കോളത്തിലാണ് കാണിക്കേണ്ടത്. ദെൻ 4,000 കൂടെ ലെസ് ചെയ്താൽ 37,000 ആണ് നമുക്ക് ഫൈനൽ ബാലൻസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി ഫേർണിച്ചറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫേർണിച്ചറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 8,800 അതിൽ 600 നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് 8,200 ആണ് ഉണ്ടായിരിക്കുക. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിച്ച ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 1,800. ഏത് ഈ ഇയറിൽ നമുക്ക് കിട്ടാനുള്ള ബാക്കി സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട്. ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ അത് നമ്മൾ അസറ്റ് സൈഡാണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് 1,800 നമ്മൾ അസറ്റ് സൈഡ് കാണിക്കുന്നു. പിന്നെ ഈ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് ആൻഡ് ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എൻഡിൽ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും. അത് നിങ്ങളെപ്പോൾ നോക്കുകയാണെങ്കിലും ശ്രദ്ധിക്കുക. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന ബാലൻസ് അത് ചില ക്വസ്റ്റ്യനിൽ ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും നമുക്ക് കിട്ടും. ചിലതിൽ ക്യാഷ് ബാലൻസ് മാത്രമായിരിക്കും ഉണ്ടാവുക. ചിലത് ഇവിടെ ക്യാഷ് ബാലൻസും ഈ സൈഡ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരിക. ഓക്കെ, ഓവർ ഡ്രാഫ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ ഇവിടെ കാണിക്കുക, ക്യാഷ് ബാലൻസ് അസറ്റ് സൈഡും കാണിക്കുക. ദെൻ ലൈബിലിറ്റി സൈഡ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടാണ് സ്റ്റാർട്ടിങ്. ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പം ഒരു 1,030 കിട്ടിയിട്ടുണ്ട് സർപ്ലസ്. ഇത് ആഡ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ്. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് ഓൾറെഡി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നതുകൊണ്ട് അറിയാം 61,350 അപ്പോൾ അതിനോട് കൂടെ നമ്മൾ ഈ ഒരു സർപ്ലസ് ആഡ് ചെയ്യണം. ഇനി ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഇൻകം ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ഡൊണേഷൻ ആർ ടു ബി ക്യാപിറ്റലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ നോക്കുക ക്യാപിറ്റലൈസ് ചെയ്യുന്ന റെസിപ്റ്റുകൾ ഉണ്ടോ അല്ലെങ്കിൽ വൺ ടൈം റെസിപ്റ്റുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ പറഞ്ഞിരിക്കുന്ന എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതല്ല, ചില കേസിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ ഈ അഡ്മിഷൻ ഫീസിൻ്റെത് പോലത്തത് നമുക്ക് നോർമലി വൺ ടൈം റെസിപ്റ്റ് ആയതുകൊണ്ട് ക്യാപിറ്റലൈസ് ചെയ്തതായിട്ട് കാണിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴെ എന്ത് പറയണം, നോട്ടായിട്ട് കൊടുക്കണം. നിങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്തതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നോട്ടായിട്ട് കൊടുക്കേണ്ടതുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്ന ഇനി ഇൻകം ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ടിലേക്കുള്ള എമൗണ്ട് കിട്ടും. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇയർ എൻഡിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള റെൻറ്റ് 900 ലീഗൽ ചാർജസ് 150 ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് നമ്മൾ ഏൺ ചെയ്തിട്ടും അല്ലെങ്കിൽ ഡ്യൂ ആയിട്ടും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ലയബിലിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ലയബിലിറ്റി സൈഡ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ്, അതായത് ബാലൻസ് ഷീറ്റ് ഓഫ് ലയബിലിറ്റി ആൻഡ് അസറ്റ് എന്ന് പറയുന്നത് ഈക്വലായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു നോർമൽ കേസിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കേസിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഏതൊക്കെയാണ് ഇതിൻ്റെ ഓരോ കേസസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്. അതായത് ഓരോ ട്രീറ്റ്മെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ളത് നോക്കിയിട്ടുണ്ട്. അതിൽ ഇൻകം ആൻഡ് എക്സ്പെൻസ് ഒക്കെ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി സെയിൽസിൻ്റെ കേസ് നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ ഐറ്റത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് അത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് കാണിക്കേണ്ട ഫോർമാറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ട്. പിന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്,
അതിൽ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കില്ല, ഇതിലും കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും പല പ്രോബ്ലത്തിലായിട്ട്. ഓരോ പ്രോബ്ലം നോക്കുന്ന സമയത്ത് പുതിയ പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലാകും. ഈ രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുന്നത്, ട്രയൽ ബാലൻസും അതിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻ വെച്ച് പ്രോബ്ലം ചെയ്യുന്നത്, അതുപോലെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആൻഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുന്നതും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ.